കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയിലെ തോട്ടുപൊയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി തറക്കല്ലിട്ടു. നഗരസഭ ചെയർപേഴ്സൺ VM സുബൈദ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തുടക്കം മരുന്ന് മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് ഇതിനു വേണ്ടി തിരുവനന്തപുരത്ത് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് സ്ഥലവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തുടർന്ന് പിന്നെ റഹീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ രാജനും അതുപോലെ തന്നെ നമ്മളെ വാർഡിൽ കൊണ്ടുവന്നാലും ഞങ്ങളത് ഉഷാറാക്കി തരാൻ നമ്മളോട് പറയുകയും അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരനെ അത് ഏറ്റെടുക്കുകയായിരുന്നു. നാട്ടുകാരനെ അങ്ങോട്ട് എല്ലാത്തിനും സജീവമായിട്ട് നമ്മൾ വാടക കെട്ടിടത്തിൽ തന്നെ വളരെ സജീവമായിട്ട് തുടർന്നു പോകുന്ന ഈ സ്ഥാപനം സ്വന്തമായൊരു കെട്ടിടത്തിന് സ്ഥലം ഒരുക്കുക എന്ന് പറഞ്ഞപ്പോൾ അന്ന് മരുന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ആരും തന്നില്ലെങ്കിൽ എന്റെ പെര പൊളിച്ച് ഞാൻ അവിടെ ഉണ്ടാക്കുന്നതിനോട് പറഞ്ഞു. ആ വാക്കുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെ മോമിയുടെ സ്ഥലവും കൂടി അവസാന ഘട്ടത്തിൽ 1.5 സെന്റ് സ്ഥലത്തിന്റെ കുറവ് വന്നപ്പോൾ അതിൻ്റെ നിന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലം ലഭിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നഗരസഭ ഇതിന് പ്രത്യേകം നമ്മൾ ഈ മരുന്ന് മോമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം എന്താ വെച്ചാൽ സ്വന്തമായൊരു വീട് കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതപ്പെടും. ആ ഒരു സ്ഥലത്താണ് അവന്റെ ഒരു മനസ്സ്, ആ വിശാലമായ മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. തുടർന്ന് ഇതിന്റെ എല്ലാ പ്രവർത്തനത്തിലും നഗരസഭയുടെ ഭാഗത്ത് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ കൊണ്ടുപോകാനും കെട്ടിടം ഉണ്ടാക്കാനും ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുമെങ്കിലും അതിനിടക്ക് തന്നെ അതിന്റെ കെട്ടിടം സ്ട്രക്ചറാക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ ഭാഗത്തുനിന്നുണ്ടാവും. നഗരസഭാ കൌൺസിലർ മരുന്നൻ മുഹമ്മദ്, ഭാര്യ ഫാത്തിമ, മരുന്നൻ പാത്തുമ്മയുടെ മക്കളായ അബ്ദുറഹ്മാൻ, അബൂബക്കർ, അബ്ദുൽ നാസർ, പാത്തുമ്മ, മറിയുമ എന്നിവർ സൌജന്യമായി നൽകിയ ഭൂമിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ ആശുപത്രി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് പുതിയ കെട്ടിടവും നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാക്കുന്നതിനായി നഗരസഭ 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 7 വരെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. രോഗപ്രതിരോധ പ്രവർത്തനം, പ്രാഥമിക രോഗചികിത്സാ സൌകര്യം, പാലിയേറ്റീവ് പ്രവർത്തനം, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, ക്യാൻസർ ഡിറ്റക്ഷൻ ക്ലിനിക് തുടങ്ങിയ സൌകര്യങ്ങൾ ആശുപത്രിയിൽ ലഭ്യമാകും. പുതിയ കെട്ടിടം ഒരുങ്ങുന്നതോടെ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാനാകും. നഗരസഭയ്ക്ക് കീഴിൽ 6 വെൽനസ് സെന്ററുകളാണുള്ളത്. തോട്ടുപൊയിലിന് പുറമെ പിലാക്കൽ, നെല്ലിക്കുത്ത്, വീമ്പൂർ, വട്ടപ്പാറ, പുല്ലൂർ, ആര്യമ്പാടം എന്നിവിടങ്ങളിലാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. പിലാക്കൽ വെൽനസ് സെന്ററിനും സൌജന്യമായി സ്ഥലം ലഭിച്ചിരുന്നു. ഇവിടെ കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. വൈസ് ചെയർമാൻ BP ഫിറോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി, C സക്കീന, NMLC കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ്, ചിറക്കൽ രാജൻ, മുഹ്മിദ ശിഹാബ്, ലുഗ്മാനുൽ ഹക്കീം, KP ഇക്ബാൽ, അഷ്റഫ് അലി, തോട്ടുപൊയിൽ മഹല്ല് കമ്മിറ്റി സെക്രട്ടറി V ആസിഫ് റഹ്മാൻ, പരപ്പൻ അബൂബക്കർ, M അബ്ദുറഹ്മാൻ, M അബൂബക്കർ, V അബ്ദുൽ നാസർ, P മുജീബ് റഹ്മാൻ, M ആലിക്കുട്ടി, M അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.